ക്ലേശകരമായ ജീവിതാനുഭവങ്ങൾക്ക് സാധാരണയായി കൽപ്പിച്ചു കൊടുക്കുന്ന പേരാണ് കുരിശ്. യഥാർത്ഥത്തിൽ കുരിശ് അതിൻ്റെ അർത്ഥത്തിലും അത് നൽകുന്ന രക്ഷയിലും കഷ്ടതയുടെ ഒരനുഭവമായിട്ടല്ല വെളിപ്പെടുത്തപ്പെടുന്നത്. കൊറിന്ത്യർ ലേഖനം പഠിപ്പിക്കും, നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഭോഷത്വം, രക്ഷയിലൂടെ നയിക്കപ്പെടുന്നവർക്ക് കുരിശ് ദൈവത്തിൻ്റെ ശക്തിയാണ്, ഒരു ദൈവാനുഭവത്തിൻ്റെ വഴിയാണ്. ഗുരുനാഥൻ പഠിപ്പിക്കുമ്പോൾ കുരിശിൻ്റെ പിന്നാലെ യാത്ര ചെയ്യാനാണ്, അനുദിനം സ്വന്തം കുരിശുമെടുത്തുകൊണ്ട് അവിടുത്തെ അനുഗമിക്കാനാണ് നമ്മളോട് പറയുക. ക്ലേശകരമായ അനുഭവത്തെ അല്ല, ക്ലേശങ്ങളിലൂടെ രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയെയാണ് കുരിശായിട്ട് തിരിച്ചറിയേണ്ടത്. എല്ലാ മനുഷ്യരും ഈ ലോകത്ത് ജീവിക്കുന്നത് അവരവർക്കടുത്ത കഷ്ടതകളും വേദനകളും ത്യാഗങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ടാണ്. ഈ ലോകത്തെ ആരും തൃപ്തിയായി സ്വസ്ഥമായി തങ്ങൾ ഏറ്റവും നല്ല അനുഭവത്തിലാണെന്ന് പറയുന്നില്ല. വിശ്വാസ ജീവിതത്തിൽ പ്രയാണം ചെയ്യുന്നവരൊക്കെ പരാതിപ്പെടുന്ന ചെറിയ പരാതികളിലൊന്ന് വേദനകൾ വർദ്ധിക്കുന്നുവെന്നാണ്. പ്രാർത്ഥിക്കാൻ തുടങ്ങി, സഹനം കൂടി, വിശ്വാസത്തോടടുത്തു, യേശുവിനോടടുത്തു, സഹനങ്ങൾ ഏറി വരികയാണെന്നാണ് പരാതിപ്പെടുന്നത്. യഥാർത്ഥത്തിൽ യേശുവിനെ ഒരാശയമായി കാണാൻ തുടങ്ങുമ്പോഴാണ് ഈ വൈരുദ്ധ്യം അനുഭവപ്പെടുക. അവൻ്റെ പുറകെ പോകുന്നവന് കുരിശ് ക്ലേശകരമായ ഒന്നായിട്ട് അനുഭവപ്പെടുന്നില്ല. ഇപ്പം എങ്ങനെയാണ്? സാധാരണ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈ ഭൂമിയിലെ എല്ലാ സൗകര്യങ്ങളെയും പ്രധാനമായിട്ട് കരുതുകയും ഈ ഭൂമിയിലെ സ്വസ്ഥതയും സൗഖ്യവും ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കരുതുകയും അതൊക്കെ നിലനിൽക്കണമെന്ന് ഹൃദയത്തിൽ ആഗ്രഹിക്കുകയും ചെയ്യുകയും അതേസമയം യേശുമാർഗത്തെ പുണരാനായി പ്രയത്നിക്കുകയും ചെയ്യുമ്പോഴാണ് ജീവിതത്തിലെ ക്ലേശങ്ങളെ കടുത്ത സഹനങ്ങളായും ദുഃഖാനുഭവങ്ങളായിട്ടുമൊക്കെ അനുഭവപ്പെടുക. ക്രിസ്തുമാർഗത്തിലൂടെ പോകുന്ന ഒരാൾക്ക് ഈ ലോകത്തിലെ ദാരിദ്ര്യത്തെ അംഗീകരിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് ദാരിദ്ര്യം സഹനമായിട്ട് അയാൾക്ക് തോന്നുന്നത്. ക്രിസ്തു പഠിപ്പിച്ച പാഠങ്ങളിൽ ഒരിടത്തും ദാരിദ്ര്യം മാറ്റിത്തരാമെന്ന് പറഞ്ഞിട്ടില്ല. ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം അവരുടേതാണ്. ദാരിദ്ര്യം അനുഭവിക്കുന്നവർ, പീഡ അനുഭവിക്കുന്നവർ, വേദന അനുഭവിക്കുന്നവർ അവർ സ്വർഗത്തിൻ്റെ പക്ഷത്താണെന്നാണ് ക്രിസ്തു പഠിപ്പിച്ചത്. പിന്നെ എവിടെ നിന്നാണ് നമുക്ക് ഇങ്ങനൊരു ബോധ്യം കിട്ടിയത്? ക്രിസ്തുവിലേക്ക് പോകുന്നവർക്ക് എല്ലാം നന്മയായിട്ടും സ്വസ്ഥതയായിട്ടും സംഭവിക്കും. ഈ ലോകത്തെ ക്ലേശങ്ങളൊക്കെ മാറിപ്പോകും, തടസ്സങ്ങളൊക്കെ മാറിപ്പോകും. സുഖങ്ങളുടെ പുറകെ പോകാനുള്ളൊരു വഴിയായി കുരിശ് തെറ്റിദ്ധരിക്കപ്പെടുമ്പോഴാണ് ക്രിസ്തു വിശ്വാസവും പ്രാർത്ഥനയുമൊക്കെ സഹനത്തിലേക്ക് എടുക്കുന്ന വഴിയായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക. യഥാർത്ഥത്തിൽ നമ്മൾ പോകേണ്ട വഴി അല്ലെങ്കിൽ ജീവിക്കുന്ന വഴി ഈ ക്ലേശങ്ങളെ എങ്ങനെ മറികടക്കാമെന്നാണ്, അതിജീവിക്കാമെന്നാണ്. മഴയത്ത് കുടയുന്ന പോലെ ഒന്നായി അനുഭവപ്പെടാവുന്നതല്ല വിശ്വാസം. മഴ നനഞ്ഞു പോകുമ്പോഴും നനഞ്ഞു പോകാനുള്ളതല്ല താനെന്നും താൻ അങ്ങനെ മഴയത്തെറിയുന്നൊരു മണ്ണാങ്കട്ടയല്ലെന്നുമുള്ള ബോധ്യം ഹൃദയത്തിലുണ്ടാവുകയും മഴയെ കാര്യമായി പരിഗണിക്കാതിരിക്കാൻ പഠിക്കുകയും മഴയെ ജയിക്കാൻ ഒരുവൻ പ്രാപ്തനാകുകയും ചെയ്യുന്നതാണ് വിശ്വാസം. ലോകത്തിലെ ക്ലേശങ്ങളൊക്കെ മാറ്റിത്തന്നിട്ട്, ഒരു ദുഃഖങ്ങളൊക്കെ മാറ്റിത്തന്നിട്ട്, ഇവിടെയുള്ള സാമാന്യതകളുടെ കഷ്ടതകളൊക്കെ മാറ്റിത്തന്നിട്ട് സുഖകരമായൊരു ജീവിതം നിങ്ങൾക്ക് ആശംസിക്കുന്നതല്ല ക്രിസ്തീയ വിശ്വാസം. ലോകത്തെ സാമാന്യതകളെ, ഈ വേദനകളെ, കഷ്ടതകളെയൊക്കെ ജയിക്കാനുള്ള കുരിശിൻ്റെ മാർഗം പഠിപ്പിക്കുകയാണ്. ക്രിസ്തു കുരിശിൽ നിന്ന് ഒഴിഞ്ഞു പോകാനല്ല പഠിപ്പിച്ചത്. പത്രോസ് അവിടത്തോട് പറയുന്നുണ്ട്, നമുക്ക് ഈ വഴിയൊന്ന് മാറിപ്പോകാം, നിനക്കങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. മാനുഷികമായ ചിന്തയെ ക്രിസ്തു വിളിക്കുന്നത് സാത്താനെ എന്നാണ്. അതിനർത്ഥം ആ മാർഗം ഒരിക്കലും ക്രിസ്തു നിർദ്ദേശിച്ച മാർഗമല്ല, അത് ലോകത്തിൻ്റെ മാർഗമാണ്,
അത് സാത്താനികമായ പൈശാചികമായ ഒരു പ്രലോഭനമാണ്. ആ പ്രലോഭനത്തെ തിരിച്ചറിയാതെ പോകുന്നത് കൊണ്ടാണ് ഈ പ്രലോഭനങ്ങളാണ് പ്രാർത്ഥനയെന്ന് കരുതുമ്പോഴാണ്, അല്ലെങ്കിൽ ഈ പ്രലോഭനങ്ങളിൽ ജീവിച്ചു പോകുമ്പോഴാണ് യേശുവിൻ്റെ മാർഗം അല്ലെങ്കിൽ രക്ഷയിലേക്കുള്ള മാർഗം കുരിശ് വളരെ ഭാരപ്പെട്ടതായിട്ട് അനുഭവപ്പെടുക. സഹനങ്ങൾ എന്ന് നമ്മൾ സാധാരണ വിശേഷിപ്പിക്കുന്ന എന്തിനാണ്? നിങ്ങൾ ക്രിസ്തുവിനെ പ്രതി സഹിച്ചു എന്ന് പറയാൻ എന്തുണ്ട് നിങ്ങളുടെ കയ്യിൽ? ഒന്ന് ആലോചിച്ച് നോക്കാം. വിശ്വാസം സ്വീകരിച്ചതുകൊണ്ട് എന്തെങ്കിലും നഷ്ടമായി എന്ന് പറയാൻ കയ്യിലുണ്ടോ? എന്തെങ്കിലുമൊക്കെ മാറ്റിവെക്കേണ്ടി വന്നിട്ടുണ്ടോ? ഈ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നിഷേധിക്കേണ്ടി വന്നിട്ടുണ്ടോ? നിങ്ങളുടെ പ്രഭുത്വമോ സമ്പത്തോ നിങ്ങളുടെ ജീവിതത്തിലെ സമാധാനമോ നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതായി കണ്ട സ്ഥാനമാനങ്ങളോ പദവികളോ അറിവോ ജോലിയോ ഒന്നും നിങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടില്ല. നിങ്ങളെ ആരും യേശുക്രിസ്തുവിൽ വിശ്വസിച്ചതുകൊണ്ട് ശിക്ഷയ്ക്ക് വിധിച്ചിട്ടില്ല. ആരും നിങ്ങളെ ജയിലിലടച്ചിട്ടില്ല. നിങ്ങളുടെ തലവെട്ടിയെടുക്കുമെന്ന് ആരും പറഞ്ഞിട്ടില്ല. സംഭവിച്ചത് എന്താണ്? നിങ്ങളൊരു വ്യാമോഹം വെച്ച് പുലർത്തി. യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ എല്ലാം ഇപ്പം തന്നെ കിട്ടും. അധികാരം, സ്വസ്ഥത, പ്രശംസ, പണം, സുഖം എല്ലാം കിട്ടുമെന്ന് തെറ്റിദ്ധരിച്ചു. ആ തെറ്റിദ്ധാരണയാണ് നിങ്ങളുടെ ദുഃഖത്തിൻ്റെ കാരണം. ഇപ്പോഴും ഒരു മോഹത്തിൻ്റെ വലയത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് ഈ വേദനയ്ക്ക് കാരണം. ഒന്ന് ആലോചിച്ച് നോക്ക്. യേശുക്രിസ്തുവിനെ പിൻചൊല്ലാൻ തീരുമാനിച്ചയാൾ എല്ലാം ഉപേക്ഷിച്ച് സ്വജീവനത്തിൻ്റെ വെറുത്ത് ഉപേക്ഷിക്കാത്ത ഒരാൾക്ക് എന്നെ പിന്തുടരാൻ പറ്റില്ലെന്നാണ് ക്രിസ്തു പറഞ്ഞത്. അങ്ങനെ സ്വജീവനെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചൊരുവന് പിന്നെ എന്തിനെക്കുറിച്ച് ക്ലേശമുണ്ടാവും? അവൻ ലോകത്തെക്കുറിച്ച് പരിതപിക്കേണ്ടി വരില്ല. ലോകത്തിൻ്റെ ഇഷ്ടങ്ങൾ നേടാത്തതിനെക്കുറിച്ച് വേദനിക്കേണ്ടി വരില്ല. ക്രിസ്തു മാർഗത്തെ പിന്തുടർന്നു പോകുക എന്ന് പറഞ്ഞാൽ അവനവനെ ഉപേക്ഷിക്കുക സ്വയം ഉപേക്ഷയുടെ ഒരു പാതയാണ്. ഉത്ഭവഭാവത്തിൽ നമുക്ക് ചായ്ച്ചിലായി ലഭിച്ച മോഹത്തിൻ്റെ കെട്ടുകളിൽ നിന്ന് മോചനം നേടി യാത്ര ചെയ്യാൻ നമ്മെ പഠിപ്പിക്കുകയാണ് ക്രിസ്തു. അപ്പോൾ ആ മാർഗത്തിലൂടെ പോകുന്നവന് സഹനമില്ല. ഇവിടെ എന്താണ് സഹനം? നിങ്ങൾ കുറേ പ്രതീക്ഷകൾ വെച്ച് പുലർത്തി. 2 നിലയുള്ള വീടാണ് മനസ്സിൽ. കിടക്കുന്നൊരു സാധാരണ കുടിലാണ്. കുടിലിൽ കിടന്നിട്ടും കുഴപ്പമൊന്നുമില്ല. കാട്ടാൻ ആക്രമിക്കാൻ വരുന്നില്ല. മോഷ്ടാവ് നിങ്ങളുടെ ഭവനത്തിൽ കയറിയിട്ടില്ല. നിങ്ങളുടെ പുര ചോരുന്നില്ല. നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ AC ഇല്ലാത്തതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഭയങ്കര വേദനയാണ്. AC ഉണ്ടായിരുന്നെങ്കിൽ കുറേ കൂടി തണുത്തേനെ എന്നാണ്. അപ്പോൾ ഈ ലോകത്ത് നിങ്ങൾ അവിടെ മോഹം വെച്ചതുകൊണ്ട് നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ നിങ്ങളുടെ ഓലപ്പുരയുടെ മറകൾ നിങ്ങൾക്ക് ഭയങ്കര അസ്വസ്ഥത ഉളവാക്കുന്നു. വൃത്തിഹീനമായി തോന്നുന്നു. കുറേ കൂടി ഹൈജീനിക്കായ ഒരു സ്ഥലത്ത് ഒരു പ്രതലത്തിൽ കിടന്നെങ്കിൽ മെച്ചപ്പെട്ട് ഉറങ്ങാൻ കഴിയുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ഉറക്കം വരുന്ന മനുഷ്യന് എല്ലായിടും ഒരുപോലെയാണ്. ഉറക്കം വരാത്ത മനുഷ്യന് ഏത് ചന്ദനക്കെട്ടിലും ഭാരമുള്ളതായിട്ട് അനുഭവപ്പെടും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം തന്നിട്ടുള്ള സാഹചര്യങ്ങളെ സ്വീകരിക്കാൻ പറ്റാതെ പോകുമ്പോഴാണ് പിറുപിറുപ്പുണ്ടാകുന്നത്. അതുകൊണ്ടാണ് തിമോത്തി ലേഖനത്തിൽ അവിടുന്ന് പഠിപ്പിക്കും, പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത്, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി ഒരു അനുഗ്രഹമാണ്, അല്ലാത്തവനൊരു സഹനത്തിൻ്റെ മാർഗമാണ്. അപ്പോൾ ക്രിസ്തുവിനെ സംബന്ധിച്ച് നഷ്ടപ്പെട്ടത് കൊണ്ടല്ല, എന്തൊക്കെയോ കിട്ടുമെന്ന വ്യാമോഹങ്ങൾ വെച്ച് പുലർത്തിയിരുന്നത് നിറവേറാതെ പോയതുകൊണ്ടുള്ള വേദനയാണ് ഹൃദയത്തിൽ ഒരു സഹനാനുഭവമായിട്ട് അനുഭവപ്പെടുക. ആത്മാവ് രക്ഷയ്ക്കായി തരുന്നതൊന്നും മനസ്സിന് സ്വീകരിക്കാൻ പറ്റുന്നില്ല. മനസ്സിന് അംഗീകരിക്കാൻ കഴിയുന്നില്ല. ഇത് ഈ ലോകത്തെ ഉള്ള താല്പര്യങ്ങൾ ഹൃദയത്തിൽ വെച്ച് പുലർത്തിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ കുരിശിലേക്ക് നോക്കിയാൽ ക്രിസ്തുവിൻ്റെ കുരിശ് വളരെ ക്ലേശകരമായ ഒന്നായിട്ട് അനുഭവപ്പെടും. എന്തുകൊണ്ടാണ് കുരിശിനെ നമ്മൾ ഭാരമായിട്ട് പറയുക? കുരിശ് നമ്മുടെ മനസ്സിൻ്റെ ഇഷ്ടങ്ങൾക്ക്, ലോകത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് എതിരാണ്. അതുകൊണ്ട് കൊരിന്ത്യർ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് വ്യക്തമായി പറയുന്നുണ്ട്, നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശ് ഒരു ഭോഷത്വമാണ്, രക്ഷയിലൂടെ നയിക്കപ്പെടുന്ന നമുക്ക് ദൈവത്തിൻ്റെ ശക്തിയാണ്. ഭാരം വഹിക്കാൻ നമുക്ക് ദൈവം ഈ ഭൂമിയിൽ തന്നിട്ടുള്ള ജീവിതത്തെ ഏറ്റവും ഭംഗിയായി വിനിയോഗിക്കാൻ തീരുമാനിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സഹനാനുഭവങ്ങൾ, വേദനകളൊന്നും നാശത്തിലേക്കുള്ളതല്ല. ഇതിനെ മറികടന്ന് പോകാൻ കഴിയും. ശരീരത്തെ ഏറ്റവും പരമപ്രധാനമായിട്ട് കരുതുന്ന ഒരാൾക്ക് ശാരീരികമായ രോഗങ്ങളും വേദനകളും ഒക്കെ കടുത്ത അസ്വസ്ഥയായിട്ട് അനുഭവപ്പെടും. പലപ്പോഴും ഈ ജീവിതം വളരെ കഷ്ടവും ദുരിതപൂർണവുമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ജീവിതത്തിൽ നേരിടുന്നതെല്ലാം സഹനങ്ങളും ദുരിതങ്ങളും അധ്വാനവും കഷ്ടപ്പാടുകളുമെല്ലാം നിരർത്ഥകവുമായി പലപ്പോഴും അനുഭവപ്പെടുന്നു. പ്രതീക്ഷിക്കുന്ന സ്നേഹം മറ്റുള്ളവരിൽ നിന്ന് കിട്ടാതെ പോകുമ്പോഴും ആശിക്കുന്നതൊക്കെ ലഭിക്കാതെ പോകുമ്പോഴും ഹൃദയം നൊമ്പരപ്പെടും. ഈ ലോകത്തിന് അനിവാര്യതയായി കാണപ്പെടുന്ന ദുഃഖങ്ങളുടെയും വേദനകളുടെയും യാത്ര യഥാർത്ഥത്തിൽ അർത്ഥമുള്ളതും
രക്ഷയിലേക്ക് നമ്മെ നടത്താൻ കെൽപ്പുള്ളതുമാണെന്ന് തിരിച്ചറിയേണ്ടത് അനിവാര്യമാണ്. ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ ഈ ലോകത്തിലെ പ്രവണതകളെ ജയിച്ചു പോകാനുള്ള ഒരു ആത്മവീര്യവും ശക്തിയും ക്രിസ്തുവിൽ നിന്ന് നാം നേടുന്നില്ലെങ്കിൽ, അവൻ്റെ വിരൽത്തുമ്പിൽ പിടിച്ചുകൊണ്ട് ഈ യാത്ര മുൻപോട്ട് നയിക്കാൻ കഴിയാതെ പോകുന്നുവെങ്കിൽ, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഈ ജീവിതം കഷ്ടാനുഭവങ്ങളും ദുരന്താനുഭവങ്ങളും മാത്രമായിട്ട് ശേഷിക്കും, അർത്ഥമില്ലാത്തതായിട്ട് അനുഭവപ്പെടും. രക്ഷ നിർബന്ധമായും ഈ സഹനാനുഭവങ്ങളെ മറികടന്ന് നേടിയെടുക്കേണ്ട ഒന്നാണ്. ദൈവം നമുക്ക് തന്നിട്ടുള്ള ഈ ജീവിത സാഹചര്യം, ഈ നൊമ്പരങ്ങളുടെ അനുഭവം നമ്മൾ കണ്ണീരണിഞ്ഞവരും നിരാശരുമായി കാണപ്പെടാൻ വേണ്ടിയല്ല. ഈ യാത്രയിലൂടെ സ്വർഗം അവകാശമാക്കാനും ക്രിസ്തുവിൻ്റെ ആനന്ദം ഹൃദയത്തിൽ പേറാനുമുള്ളൊരു അവസരമായിട്ടാണ്. നമ്മളെപ്പോഴും ഈ ലോകത്തിലെ കഷ്ടപ്പാടുകളെ മറികടക്കാൻ വേണ്ടി ഒത്തിരി ദാഹമോഹങ്ങളുള്ളവരാണ്. പ്രാർത്ഥനകളും ഭക്തജീവിതവുമൊക്കെ കേന്ദ്രീകരിക്കുന്നത് ഈ സാധാരണ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളെ മാറ്റിയെടുക്കാൻ വേണ്ടിയാണെങ്കിൽ അത് ഏറ്റവും നിരാശജനകമായ ഒന്നായി ഭവിക്കുമെന്നാണ് വിശുദ്ധ പൗലോസ് കൊറിന്ത്യർ ലേഖനത്തിൽ പഠിപ്പിക്കുക. അദ്ദേഹം പറയുന്നു, ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾ മറ്റെല്ലാവരെക്കാൾ നിർഭാഗ്യരാണ്. നമ്മുടെ കണ്ണീര് മാറാത്തതിൻ്റെയും നമ്മുടെ വിലാപങ്ങൾ അവസാനിക്കാത്തതിൻ്റെയും കാരണം നമുക്ക് നന്മകൾ വന്നു ചേരാത്തത് കൊണ്ടല്ല. നമ്മൾ പ്രതീക്ഷിക്കുന്ന നന്മകൾ ഈ ലോകത്തിൻ്റെതായതുകൊണ്ടും നമ്മൾ വിമോചനം നേടാൻ ആഗ്രഹിക്കുന്നത് ഈ ലോകത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ നിന്നായതുകൊണ്ടുമാണ്. മോചനം നേടേണ്ടത് അവനവനത്തിന് കുരുക്കുന്ന അവനവൻ്റെ മോഹങ്ങളിൽ നിന്നും അവനവൻ ഹൃദയത്തിൽ നിർബന്ധബുദ്ധിയോടെ കാത്തുസൂക്ഷിക്കുന്ന സ്വന്തം ജീവിതത്തെ സുഖങ്ങളെക്കുറിച്ചുള്ള താല്പര്യങ്ങളിൽ നിന്നുമാണ്. ഈ ലോകത്തിലെ കഷ്ടപ്പാടുകളൊന്നും അർത്ഥമില്ലാത്തതല്ലെന്ന് തിരിച്ചറിയാൻ ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങൾ നമ്മൾ പഠിപ്പിക്കണം. ഈ ലോകത്ത് സഹിച്ച് ജീവിക്കുന്ന മനുഷ്യൻ, ഈ ലോകത്തിൻ്റെ കഷ്ടപ്പാടുകളെ സ്വീകരിക്കുന്ന മനുഷ്യൻ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ക്രിസ്തുവിനോടൊത്ത് ഒരു കാൽവരിയിലേക്ക് യാത്ര ചെയ്യുകയാണ്. 14 സ്ഥലങ്ങളിലായി എണ്ണിത്തിട്ടപ്പെടുത്തി നടന്നു പോകാവുന്ന ഒരു യാത്രയല്ലത്. അത് കേവലം ഒരു പ്രാർത്ഥനയായി മാത്രം ഹൃദയത്തിൽ ഒതുക്കിക്കളയുമരുത്. അത് ജീവിതത്തിൽ തുടർന്നു പോകേണ്ട ഒരു യാത്രയാണ്. മുമ്പോട്ടുള്ള ഓരോ നിമിഷവും യേശുവിൻ്റെ നിണമണിഞ്ഞ കാൽപ്പാടുകളുടെ പുറകെ പോകാൻ ക്രിസ്തു രഹസ്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പോയവരാണ് വിശുദ്ധരായവരൊക്കെ. ഈ ലോകത്തിലെ കഷ്ടപ്പാടുകളെ അംഗീകരിക്കാൻ കഴിയാതെ പോകുമ്പോൾ നാം പറയുന്നത് ഇതൊക്കെ സഹിച്ചുപോയ മനുഷ്യർ വിഡ്ഢികളും യുക്തിബോധമില്ലാത്തവരുമായിട്ടാണ്. അതല്ലെങ്കിൽ ഇങ്ങനെയൊരു ദരിദ്രരുടെ മാർഗം, വേദനയുടെ മാർഗം സ്വർഗപ്രാപ്തിക്കുള്ള അവസരമാണെന്ന് പഠിപ്പിച്ച ക്രിസ്തുവിനെ തന്നെ തള്ളിപ്പറയുകയാണ്. ഒരിക്കലൊരു സഹോദരൻ പറഞ്ഞ വാക്കുകൾ ഈ ലോകത്തിൻ്റെ ഈ കാഴ്ചപ്പാടിനെ, ഈ നിലപാടിനെ വളരെ വ്യക്തമാക്കി നമ്മുടെ മുമ്പിൽ കൊണ്ടുവരും. അദ്ദേഹം പറയുന്നു, ഇതൊക്കെ പറയാൻ കൊള്ളാം, പക്ഷേ ജീവിതത്തിൽ അതൊക്കെ അനുഷ്ഠിക്കാൻ ബുദ്ധിമുട്ടാണ്. ശരിയാണ്, ഇതെല്ലാം ജീവിതത്തിൽ അനുഷ്ഠിക്കാൻ ബുദ്ധിമുട്ടാണ്. ആ പറഞ്ഞതിനർത്ഥം നിശ്ചയമായും യേശുക്രിസ്തു ഈ കാലഘട്ടത്തിന് യോജിച്ചയാളല്ലെന്നാണ്. യേശുക്രിസ്തു ഈ കാലഘട്ടത്തിന് യോജിച്ചയാളല്ല എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു സനാതന സത്യമാണെന്ന സത്യം നിഷേധിക്കുകയാണ്. എന്നേക്കും ഇന്നും ഇന്നലെയും എന്നും ഒരുവൻ തന്നെയായ എല്ലാ കാലങ്ങളെയും അതിജീവിക്കുന്ന രക്ഷയുടെ ഈ സദ്വാർത്തയെ സ്വന്തം താല്പര്യങ്ങളിൽ കുടുക്കി മുക്കിക്കൊല്ലാനുള്ള ശ്രമമാണ് അത്തരത്തിലുള്ള ആശയഗതികൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് വയ്ക്കുക. അതുകൊണ്ട് ജീവിതത്തിൽ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമുക്ക് നൽകപ്പെട്ട ഈ ജീവിത സാഹചര്യങ്ങളൊക്കെ തന്നെ, രക്ഷയിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെ കഷ്ടപ്പാടുകളായി തള്ളിക്കളഞ്ഞുകൊണ്ട് പോകുന്ന യാത്ര അവസാനിപ്പിച്ച് ക്രിസ്തുവിൻ്റെ പിന്നാലെ യാത്രയ്ക്ക് സമയമായി. അതൊരു പ്രാർത്ഥനയായി 14 സ്ഥലങ്ങളിൽ ഒതുക്കിക്കളഞ്ഞുകൊണ്ടല്ല, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലേക്കും ആ യാത്രയെ വ്യാപിപ്പിച്ചെടുക്കാൻ, എല്ലാ മേഖലയിലും ആ യാത്രയെ ഹൃദയത്തിൽ പേറാനുള്ള ഒരു മനോഭാവം നമുക്കുണ്ടാകണം.
അവിടെയാണ് കുരിശിനെ കുറെ കൂടി മെച്ചപ്പെട്ടതായി, കുരിശ് കുറെ കൂടി അനുഗ്രഹപ്രദമായൊരു അനുഭവമാക്കി മാറ്റേണ്ട ആവശ്യകത. സാധാരണഗതിയിൽ കുരിശെന്ന് നാം പറയുന്നത് വേദനാജനകമായ അനുഭവങ്ങളെയാണ്. എന്താണ് വേദനാജനകമായ അനുഭവം? ഒരാൾ അമിതമായ ഭാരം ശരീരത്തിനുള്ളതുകൊണ്ട് എല്ലാ ദിവസത്തെയും ഭക്ഷണം ചുരുക്കി ഒരു നേരമാക്കി, ഭക്ഷണത്തിൽ രുചികരമായി നൽകപ്പെട്ടതൊക്കെ മാറ്റി, ഇഷ്ടമില്ലാത്ത കൈപ്പുരസം നിറഞ്ഞ പാവയ്ക്ക് നീർ കുടിച്ചും മുളപ്പിച്ച പയറ് കഴിച്ചും ഒക്കെ ജീവിക്കുകയാണ്. അയാൾക്ക് ഭക്ഷണം കഴിക്കാൻ വകയില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഇഷ്ടം പോലെ ഭക്ഷണം കഴിച്ചാൽ ഭാവിയിൽ അയാൾക്ക് വന്നു ഭവിക്കാവുന്ന ആരോഗ്യ സംബന്ധമായ ക്രമക്കേടുകളെക്കുറിച്ചുള്ള ബോധം അയാളെ അങ്ങനെ നിർബന്ധിക്കുന്നു. വേറൊരാൾ അയാൾക്ക് ഒരു നേരമേ കഴിക്കാനുള്ളൂ എന്ന കാര്യത്തിന് പരിതപിക്കുകയാണ്. 4 നേരം ഭക്ഷണം കഴിച്ചിരുന്ന ഒരാൾക്ക് ആ ക്രമരഹിതമായ ഭക്ഷണത്തിലൂടെ വന്ന രോഗപീഠകളെ ത്യജിക്കാൻ വേണ്ടി ഒരു പഥ്യം പാലിക്കേണ്ടി വരുന്നു. വേറൊരാൾക്ക് നിർബന്ധ ബുദ്ധിയ രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ദൈവം അനുവദിച്ച ഒരു പഥ്യം ക്ലേശകരമായ അനുഭവമായിട്ട് അനുഭവപ്പെടുന്നു. അയാളുടെ ജീവിതം രക്ഷപ്പെടാൻ, അയാൾക്ക് ആരോഗ്യം നിലനിൽക്കാൻ ദൈവം കനിഞ്ഞ് അനുവദിച്ചു കൊടുത്ത ഒരവസരത്തെ അയാൾ നിഷേധിക്കാൻ ശ്രമിക്കുന്നു. മക്കളില്ലാത്ത ദമ്പതിമാർ മക്കളെ കിട്ടാൻ വേണ്ടി കരയുകയാണ്. അവർക്കത് കടുത്ത സഹനമാണ്. മക്കളുള്ളവർ തങ്ങൾക്ക് ലഭിച്ച മക്കൾ തങ്ങളെ വേദനിപ്പിക്കുന്നതോർത്ത് ദൈവസന്നിധിയിൽ കണ്ണീരൊഴുക്കി, ദൈവമേ മക്കളുണ്ടായത് കഷ്ടമായി പോയല്ലോ എന്ന് പരിതപിക്കുന്നു. അപ്പോൾ ജീവിതാവസ്ഥയിൽ നൽകപ്പെട്ടതിനെ നിഷേധിക്കാനുള്ള പ്രവണതയാണ് നമ്മുടെ സഹനമായി നമ്മുടെ മുമ്പിലുള്ളത്. ദൈവം ജീവിതത്തിൽ അനുവദിക്കുന്നതെല്ലാം രക്ഷയിലേക്ക് മുൻപോട്ട് പോകാനുള്ള വഴികളാണ്. വിവാഹം ചെയ്ത് ദമ്പതിമാർ ദാമ്പത്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇരുവരും ആഗ്രഹിക്കുന്നത് ഏറ്റവും സന്തോഷപ്രദമായൊരു ജീവിതമാണ്. ഏറ്റവും നന്നായിട്ട് ജീവിക്കാൻ, കൂടുതൽ സ്നേഹം അനുഭവിക്കാൻ, സന്തോഷം അനുഭവിക്കാൻ ഈ ജീവിതം കാരണമാക്കണമേ എന്നാണ് പ്രാർത്ഥന. ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ഈ അവസ്ഥയിലൂടെ ദൈവം നമ്മളെ കടത്തിക്കൊണ്ടുപോകുന്നത് ഒരാൾക്ക് അയാളെ തന്നെ എത്രത്തോളം പങ്കുവെച്ചു കൊടുക്കാൻ കഴിയും എന്ന നിലയ്ക്ക് അയാളെ വളർത്താൻ വേണ്ടിയാണ്. പങ്കുവെച്ച് ഒടുവിൽ അയാൾ ഇല്ലായ്മയായി തീരുമ്പോൾ, അയാൾ ശൂന്യതയിലേക്ക് കടന്നു വരുമ്പോൾ യഥാർത്ഥ സ്വർഗാനുഭവത്തിലേക്ക് അയാൾക്ക് വരാൻ പറ്റും. ജീവിതത്തിൻ്റെ കുറേ നാളുകളുടെ ജീവിതത്തിലൂടെ ദാമ്പത്യം അനുഷ്ഠിക്കുന്ന ദമ്പതിമാരിൽ ഇരുവരും മനസ്സിലാക്കിയെടുക്കുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ: തന്നെ ഹൃദയപൂർവ്വം സ്നേഹിക്കാൻ ഈ മനുഷ്യനോ ഈ സ്ത്രീക്കോ കഴിയില്ല. യഥാർത്ഥത്തിൽ തന്നെ സ്നേഹിക്കാൻ ഒരുവനെ കഴിയൂ, ക്രിസ്തുവിന് മാത്രം. യേശു ക്രിസ്തു മാത്രമേ സത്യമായി ഒന്നുള്ളൂ. അവനെ മാത്രമേ സ്നേഹിക്കാൻ സാധിക്കൂ. അവനിൽ നിന്ന് മാത്രമേ ആശ്രയവും സഹായവും ഉണ്ടാവൂ. ലോകത്തൊരിക്കലും കൈവിടാത്ത ബന്ധം ക്രിസ്തുവുമായുള്ളതാണെന്ന് ഒരാളെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് 10-30 വർഷം നീളുന്ന ഒരു ദാമ്പത്യത്തിൽ ദമ്പതിമാർ കണ്ടെത്തുക. മക്കളുണ്ടാകാത്ത കാലത്തൊക്കെ പരിതപിച്ചിരുന്ന ദമ്പതികൾ മക്കളുണ്ടായി കഴിയുമ്പോൾ മനസ്സിലാക്കുന്നത് ഈ മക്കളുണ്ടായതിലൂടെ തങ്ങൾക്ക് നഷ്ടപ്പെടാനേ ഉള്ളൂ, കൊടുത്തു തീർക്കാനേ ഉള്ളൂ. ഈ കൊടുത്തു തീർക്കലിൻ്റെ ഒരവസരമാണ് ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും നമുക്ക് മുമ്പിൽ വെച്ച് നീട്ടപ്പെടുക. മറ്റുള്ളവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു മനുഷ്യൻ അവർക്ക് വേണ്ടി സ്വയം ഇല്ലായ്മയായി മാറുമ്പോൾ അയാൾ സ്വർഗത്തോട് ഏറ്റവും അടുക്കും. അയാൾ സ്വയം നഷ്ടപ്പെടുത്തി എന്നതാണ് സ്വർഗത്തിലേക്ക് അടുക്കാൻ അയാൾക്ക് കാരണമായി വരിക. വേദനകൾ സഹിക്കുന്ന വേദനകളും ഇന്ന് ആയിരിക്കുന്ന ജീവിതാവസ്ഥയിലെ ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളുമെല്ലാം സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ ഒരുവന് അവനവനെ എത്രത്തോളമൊക്കെ ഉരിഞ്ഞു മാറ്റി കൊടുക്കാൻ പറ്റുമെന്ന് പഠിപ്പിക്കുകയാണ്. ആ സമയത്തൊക്കെ അത് വേദനാജനകമാണ്. ഇങ്ങനെ സംഭവിക്കേണ്ടതില്ലായിരുന്നു എന്ന് പരിതപിക്കുന്നുവെങ്കിൽ നിശ്ചയമായും നിങ്ങൾ പറയുന്നത് സ്വർഗം വേണ്ട, ഈ വഴി ശരിയല്ല, ക്രിസ്തുമാർഗം ശരിയല്ല, സ്വർഗത്തിലേക്ക് എത്തേണ്ട ആവശ്യമില്ല, ഞാൻ ഈ ഭൂമിയുടെ ഭാഗമാണെന്നാണ്. ആത്മാവിലുള്ള ജീവിതത്തെക്കുറിച്ച് പൗലോസിലെ പഠിപ്പിക്കുമ്പോൾ വ്യക്തമായത് പഠിപ്പിക്കുന്നുണ്ട്. ജഡിക പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാൻ നാം ജഡത്തിന് കടപ്പെട്ടവരല്ല, ആത്മാവിൽ ജീവിക്കേണ്ടവരാണ്. നമ്മുടെ നിത്യമായ നാട്ടിലേക്ക് തിരികെ പോകേണ്ടവരാണ്. സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കേണ്ടതാണ്. ഇത് ഒരു തോന്നലോ ആശയമായിട്ട് കരുതുന്നയാൾക്ക്, സ്വർഗം തന്നെ നിശ്ചയമില്ലാത്തൊരു സ്ഥലമായി കരുതുന്നയാൾക്ക്, സ്വർഗത്തിൽ നിന്ന് വന്നുവെന്നും തിരികെ അങ്ങോട്ട് തന്നെ പോകേണ്ടവരുമാണെന്ന ബോധ്യമില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിലെ കഷ്ടപ്പാടുകൾ വേദനാപൂർണ്ണങ്ങളാണ്. അങ്ങനെ അല്ലാതെ യഥാർത്ഥ ബോധ്യത്തോടെ ക്രിസ്തുവിനെ മാത്രം കേന്ദ്രീകരിച്ച് ജീവിക്കുകയും ക്രിസ്തുവിലേക്ക് എത്താൻ വേണ്ടി ദാഹത്തോടെ കാത്തിരിക്കുകയും ചെയ്യുന്നൊരു മനുഷ്യനെ സംബന്ധിച്ച് ഈ ലോകത്തിലെ കഷ്ടപ്പാടുകളും ഞെരുക്കങ്ങളും ഒരു ആവശ്യം വേണ്ട ഉപാധിയായിട്ട് മാറും.
രക്ഷയുടെ ഉപാധികളായിട്ട് കാണാൻ കഴിയും. തന്ന ശരീരം എത്രമാത്രം സഹിച്ച് സ്വർഗം നേടാൻ കഴിയുമെന്ന് അയാൾക്ക് ചിന്തിക്കാൻ പറ്റും. അപ്പോൾ സഹനങ്ങൾ എതിർക്കുന്ന മനുഷ്യൻ ആദ്യം നിഷേധിക്കുന്നത് സ്വർഗത്തെയാണ്, അത് മുൻപിൽ വെച്ച് നീട്ടുന്ന ദൈവത്തെയാണ്. അയാൾ ഈ ലോകത്തിൻ്റെ ഭാഗമാണെന്നും ഈ മണ്ണിൻ്റെ ഭാഗം മാത്രമായിരുന്നാൽ മതിയെന്നും നിർബന്ധം പിടിക്കുകയാണ്. ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ. ദാരിദ്ര്യം എന്നതിനെക്കുറിച്ച് നമ്മുടെ സങ്കല്പം എന്താണ്? ഇല്ലായ്മകളൊന്നും അംഗീകരിക്കാൻ പറ്റുന്നവരല്ല നമ്മൾ. നമുക്ക് നിരവധിയായ ഇല്ലായ്മകളുണ്ട്. ആ ഇല്ലായ്മയെ മറികടക്കാൻ എന്തൊക്കെ ഉപാധികളും സങ്കേതങ്ങളുമാണ് ലോകത്ത് നമ്മൾ നേടിപ്പോവുക. ഒരുപക്ഷെ നമ്മൾ വിഗ്രഹങ്ങളുടെ പുറകെയൊന്നും പോകുന്നുണ്ടാവില്ല. പക്ഷേ ജീവിതത്തിലെ പലതിനെയും വിഗ്രഹങ്ങളാക്കി വെച്ച് എങ്ങനെയെങ്കിലും ഈ കഷ്ടപ്പാടുകളിൽ നിന്ന്, ഞെരുക്കങ്ങളിൽ നിന്ന് മോചനം നേടാനുള്ള ബലം പിടുത്തം നമ്മൾ നടത്തുന്നുണ്ട്. അത് ഒരുപക്ഷെ അവരെ ആശ്രയിച്ചിട്ടാകാം, മക്കളുടെ ഭാവി പ്രതീക്ഷിച്ചിട്ടാകാം, സമ്പത്ത് പ്രതീക്ഷിച്ചിട്ടാകാം, സ്വത്തിനെക്കുറിച്ചുള്ള വ്യാമോഹങ്ങളാകാം. ഏതെങ്കിലും തരത്തിൽ അധ്വാനം മുഖേനയോ എങ്ങനെയെങ്കിലും ഈ ഞെരുക്കങ്ങളിൽ നിന്ന് മോചനം നേടുമെന്ന് ഒരു നിർബന്ധ ബുദ്ധിയാകാം. അവർ തൊഴിൽ പോലും വിഗ്രഹമായ അങ്ങനെയുള്ള ഇടങ്ങളിൽ മാറിപ്പോകുന്നു. എങ്ങനെ കൂടുതൽ സമ്പത്തുണ്ടാക്കാം, ശ്രദ്ധ വയ്ക്കുന്നത് സമ്പത്തിലായി പോകുന്നു. ഈ ലോകത്തുള്ള ശ്രദ്ധ വയ്ക്കുന്ന മനുഷ്യൻ എങ്ങനെ സ്വർഗത്തിന് ഏറ്റവും അടുത്തുള്ളവനായിട്ട് മാറും? ഈ ലോകത്തെ വസ്തുക്കളിൽ ഗാഢമായി ബന്ധം പുലർത്തുന്നയാൾ എങ്ങനെ അരൂപിയായ ദൈവവുമായി സംവദിക്കാനാവും? ദൈവത്തെ ആരാധിക്കുന്നവൻ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ഭൗമികമായ ബന്ധങ്ങളിൽ നിന്ന് എത്രത്തോളം ഒരാൾക്ക് വിടുതൽ പ്രാപിച്ച് ജീവിക്കാൻ കഴിയുമെന്നാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞ ജഡിക പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാൻ നാം ജഡത്തിന് കടപ്പെട്ടവരല്ല. ജഡത്തിന്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുമെങ്കിൽ എങ്ങനെയാണ് ആത്മാവിനാൽ നിഹനിക്കുക? ജീവിതകാലത്ത് എന്തൊക്കെയാണ് നിങ്ങളെ കൂടുതൽ ഭരിക്കുന്നത്? ആ ഭരിക്കുന്നവയൊക്കെ ഉപേക്ഷിച്ച്, അവയൊക്കെ നിഷേധിച്ച്, അവയ്ക്കൊക്കെ ഉപരിയായി ദൈവത്തെ കാണാൻ കഴിയുക. അങ്ങനെ നോക്കുമ്പോൾ ഭാണ്ഡങ്ങളെല്ലാം ഒഴിഞ്ഞു പോകുന്നൊരു ജീവിതമാണ് യാത്രയ്ക്ക് ഏറ്റവും അനുകൂലമായ, സൗഖ്യപ്രദായകമായ ഒന്നായിട്ട് മാറുക. ക്രിസ്തുവിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നയാൾ, സ്വർഗം ലക്ഷ്യമാക്കി യാത്രയാകുന്ന ഒരാൾ ഈ ലോകത്തിലെ വസ്തുക്കളുമായുള്ള ബന്ധത്തിൽ ഒരകലം പാലിക്കാൻ നിർബന്ധിക്കപ്പെടുന്നുണ്ട്. അയാളുടെ ഈ ലോകത്തിലുള്ള വ്യക്തിബന്ധങ്ങളും വസ്തുബന്ധങ്ങളും പരിമിതമാക്കപ്പെടാനുള്ള നിർബന്ധ ബുദ്ധി അയാൾക്കുണ്ടാകണം. ദാരിദ്ര്യം പാലിക്കുക എന്ന് പറയുന്നത് വസ്തുക്കളുടെ അകലം പ്രഖ്യാപിക്കലാണ്. എന്തൊക്കെ ഉപഭോഗിക്കാം, എങ്ങനെയൊക്കെ ഉപയോഗിച്ച് ജീവിക്കാം, എന്തൊക്കെ വസ്തുവകൾ ആവശ്യമാണ്, എന്തിനൊക്കെ താല്പര്യമുണ്ട്, എവിടെയൊക്കെയാണ് മനസ്സ് കെട്ടപ്പെട്ടതെന്ന് തിരിച്ചറിയണം. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ പോലും ഈ വസ്തുവകൾ ലഭ്യമാകാനും, ഈ സൗഹൃദങ്ങൾ ലഭ്യമാകാനും, ബന്ധങ്ങൾ ലഭ്യമാകാനും, ഈ ലോകത്തിലെ നിലപാടുകളൊക്കെ ഉറപ്പിച്ചുകൊണ്ട് പോകാനും വേണ്ടിയാണ്. എന്നിട്ട് നമ്മൾ പറയും, ക്രിസ്തു മാർഗത്തിൽ ഞാൻ ജീവിക്കുന്നു, യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റുപറയുന്ന ഒരാൾ യേശു ക്രിസ്തു നടന്നു വന്ന വഴിയിലൂടെ നടന്നു വരണം. ദൈവവുമായുള്ള സമാനത വിട്ട് അവൻ ഭൂമിയിലേക്ക് വന്നു. ഈ ഭൂമിയിലെ വസ്തുക്കളുമായി ക്രിസ്തുവിനുണ്ടായിരുന്ന ബന്ധമുണ്ട്. അത് എത്രത്തോളം ഉണ്ടായിരുന്നു? ആ ബന്ധം എപ്പോഴും പരിമിതമാക്കപ്പെട്ടിരുന്നു. കിടന്നുറങ്ങാൻ, തലചായ്ക്കാൻ ഒരിടം അന്വേഷിക്കാത്തവനാണ് ക്രിസ്തു. ആകാശത്തിലെ പക്ഷികൾക്ക് മരച്ചില്ലകളും കുറുനരികൾക്കും ആളമുണ്ട്, എനിക്ക് തലചായ്ക്കാൻ ഇടമില്ല. ഒരു നിരാശയോടെയല്ല ക്രിസ്തു അത് പറയുന്നത്. ഈ ഭൂമിയിൽ അത്രത്തോളം ഇല്ലായ്മ അനുഭവിക്കുന്ന ഞാൻ സ്വർഗീയ പിതാവിൻ്റെ മകനാണെന്ന ഉറപ്പും നിശ്ചയദാർഢ്യവും ഞാൻ തിരികെ പോകുമെന്നും വന്നിടത്തേക്കുള്ള യാത്രയിലാണ് ഞാനെന്നും ഉറപ്പിക്കുന്നൊരു ഹൃദയം അതിൻ്റെ പുറകിലുണ്ട്. നമ്മളെങ്ങനെയാണ്? തിരികെ പോകുമെന്നൊരു പ്രതീക്ഷയോ അല്ലെങ്കിൽ ജീവിതത്തിൽ എത്തേണ്ടിടത്തെക്കുറിച്ചുള്ളൊരു ബോധ്യമോ, എവിടെയാണ് എത്തിച്ചേരുന്നത്, ആ എത്തിച്ചേരുന്നിടത്തേക്കുള്ള യാത്ര പോകാൻ വേണ്ട ഒരു ഹൃദയബലമോ നമ്മൾ പുലർത്തുന്നില്ല. അതുകൊണ്ട് നോമ്പുകാലം അനിവാര്യമായും ആവശ്യപ്പെടുന്നൊരു കാര്യം, ഈ ലോകത്തെ ജീവിതം എങ്ങനെ സ്വർഗപ്രാപ്തിക്ക് കാരണമാക്കി മാറ്റാം. ഈ തന്നിട്ടുള്ള ജഡികാവസ്ഥകളും ഈ ലോകത്തിൻ്റെ സമ്പത്തും വസ്തുക്കളും ബന്ധങ്ങളുമൊക്കെ എങ്ങനെ കൂടുതൽ ക്രിസ്തുവിന് അഭിമുഖമായി ജീവിക്കാനും ക്രിസ്തുവിലേക്ക് എത്രത്തോളം എത്തിക്കാനും നമുക്ക് ഉപകരിക്കും എന്ന് ചിന്തിക്കണം. ഒരു നിമിഷം ജീവിതത്തിലെ വസ്തുബന്ധങ്ങളെയും വ്യക്തിബന്ധങ്ങളെയും ജീവിത സഹനങ്ങളെയും എല്ലാം ഇത്തരത്തിലൊരു കാഴ്ചപ്പാടോടുകൂടി വിലയിരുത്താനുള്ള മനോഭാവത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ക്രിസ്തു ഭൂമിയിൽ കാണിച്ചു തരുന്ന പാഠം, വഴിയും സത്യവും ജീവനുമായി കാണിച്ചു തരുന്ന പാഠം ജീവിതത്തിൽ ഉൾക്കൊള്ളാനുള്ള വലിയ കൃപയും ശക്തിയും ഞങ്ങളിലേക്ക് ഒഴുകണമേ. ആത്മാവിൻ്റെ ബലം കൊണ്ട് ഞങ്ങളുടെ കാഴ്ചകളെ കൂടുതൽ സത്യസന്ധമാക്കി ക്രിസ്തു രഹസ്യത്തോട് അടുപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം.